ഇന്ന് നമ്മുടെ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ച ആകുക, പക്ഷേ ഇതുവരെ ഞാനൊരു ട്രേഡ് പോലും എടുത്തിട്ടില്ല. ഇതാണ് ട്രേഡിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെസൺ. നമുക്ക് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു ട്രേഡിലേക്ക് കയറാനുള്ള ഒരു ആർത്തി മനുഷ്യനുണ്ട്. എന്തെങ്കിലും അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ട്രേഡ് എടുക്കാനുള്ള ആർത്തിയാണ്. പെട്ടെന്ന് ട്രേഡ് ചെയ്ത് അങ്ങ് കോടീശ്വരനാകാനുള്ള ഒരു ആർത്തിയും കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് മനുഷ്യന്മാർ. ഓക്കെ, നോർമൽ ട്രേഡേഴ്സ്. അപ്പം നമ്മൾ നല്ലൊരു ട്രേഡർ ആവണമെങ്കിൽ ഇതിൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് യു ആർ ഓക്കെ വിത്ത് മിസ്സിങ് ട്രേഡ്സ്. ഓക്കെ, നമ്മൾ ഇത്ര ഒരാഴ്ച 2 ആഴ്ചയോ പോലും ഒരു ട്രേഡ് പോലും എടുക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഫസ്റ്റ് ലെസൺ. നിങ്ങൾക്ക് ട്രേഡ് എടുക്കാതിരിക്കാൻ പറ്റുമോ? കാരണം ഇതിലേക്ക് ഒരു ട്രേഡ് ഒരു 3-4 വർഷമെങ്കിലും ട്രേഡ് ചെയ്തവർക്കുള്ള പ്രശ്നമാണ് ട്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കണം, അഡിക്റ്റാവും. സോ അതിനകത്ത് ഏറ്റവും വലിയ ഒരു സക്സസ്ഫുൾ ട്രേഡ് ആവാനുള്ളതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് എടുക്കാതിരിക്കാൻ സാധിക്കുമോ? നിങ്ങൾ മാർക്കറ്റ് വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾ മാർക്കറ്റിൽ വിത്ത് ഇൻ അലൈനാണ്. മാർക്കറ്റുമായിട്ടുള്ള ആ സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്നിട്ടും നിങ്ങൾക്ക് ഒരു ട്രേഡ് എൻട്രിയിലേക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അത് ഇപ്പം ഞാൻ ഈ അക്കൗണ്ട് ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളമായി. ഇതുവരെ ഒരു ട്രേഡ് പോലും എടുത്തിട്ടില്ല. എനിക്ക് പല കാരണങ്ങളുണ്ട്. ഞാൻ മാർക്കറ്റിൽ ഫുള്ളി ഇൻവോൾവ്ഡ് അല്ലായിരുന്നു. എനിക്ക് പല കാരണങ്ങളും ഇത് വാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതൊരു കാര്യമാണ്. എന്നിട്ടും ഞാൻ വല്ലപ്പോഴും ഒക്കെ കയറി നോക്കുമായിരുന്നു, നമ്മുടെ ഈ ടൈം സോണിൽ കയറി നോക്കുമായിരുന്നു. എന്നിട്ടും പക്ഷേ ഞാൻ ട്രേഡൊന്നും എടുത്തില്ല. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. പക്ഷേ നമ്മൾ മാർക്കറ്റിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. ഞാൻ അപ് ടു ഡേറ്റ് ആണ്. കഴിഞ്ഞ ദിവസം ഒരു 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നല്ലോ. ഇപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ തന്നെയാണ് USD/JPY ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റേഞ്ച് തന്നെയാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രൈസ് വലിയൊരു റേഞ്ചിനുള്ളിൽ, ചെറിയ റേഞ്ചിനുള്ളിലാണ്. ഞാൻ വലിയ റേഞ്ച് ഏതാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസത്തിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ആദ്യം പോയി കാണുക കേട്ടോ. അപ്പോൾ പ്രൈസ് നിൽക്കുന്നത് ഈ 148 147 എന്നുള്ള ചെറിയ റേഞ്ചിനുള്ളിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലെ